ഇനി എല്ലാവരും കാത്തിരിക്കുന്നത് രാജസ്ഥാന്റെ അടുത്ത മാച്ചിന് വേണ്ടിയാണ്. നാളെയാണ് രാജസ്ഥാനും ഡൽഹിയും തമ്മിൽ മാച്ച് നടക്കുന്നത്. കഴിഞ്ഞ മത്സരത്തിൽ രാജസ്ഥാൻ തോറ്റിട്ടുണ്ടായിരുന്നു. RCBക്കെതിരെയാണ് രാജസ്ഥാൻ കളി തോറ്റത്. ഇനിയും രാജസ്ഥാൻ തോൽക്കുകയാണെങ്കിൽ അവർക്കത് പ്ലേ ഓഫിലേക്ക് കടക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോഴിതാ നാളത്തെ മാച്ചിന് മുന്നോടിയായിട്ട് വലിയ മാറ്റങ്ങളാണ് രാജസ്ഥാൻ കൊണ്ടുവന്നിരിക്കുന്നത്. രണ്ട് പുതിയ താരങ്ങൾ രാജസ്ഥാൻ ടീമിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ രാജസ്ഥാൻ ഡൽഹി മാച്ചിന്റെ കംപ്ലീറ്റ് പ്രിവ്യൂ ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. രാജസ്ഥാൻ ടീമിന് ഇനി ജയിച്ചേ മതിയാവൂ. ഇനിയുള്ള ഓരോ തോൽവിയും രാജസ്ഥാന്റെ പ്ലേ ഓഫ് സാധ്യത കുറയ്ക്കും. തുടർ പരാജയങ്ങൾ ഏറ്റുവാങ്ങിയാണ് രാജസ്ഥാൻ വരുന്നത്. രാജസ്ഥാനെ പ്രധാനമായും ബാറ്റിംഗിലാണ് പിടിക്കുന്നത്. നന്നായിട്ട് ഫോമിൽ കളിക്കാൻ ആരും തന്നെ ഇല്ല. സഞ്ജുവും ഹേറ്റ്മറും നന്നായിട്ട് കളിക്കുന്നുണ്ട്. എന്നാൽ ഓപ്പണിംഗിൽ ജയ്സ്വാള് ഫ്ലോപ്പാണ്. ഇപ്പോഴിതാ നാളെ പുതിയൊരു ഓപ്പണിംഗ് ജോഡിയെ പരീക്ഷിക്കാനാണ് രാജസ്ഥാന്റെ പദ്ധതി. അത് മറ്റാരുമല്ല, വൈഭവ് സൂര്യവംശിയാണ്. ജയ്സ്വാൾ വൈഭവ് സൂര്യവംശിയെ ഓപ്പണിംഗിൽ കളിപ്പിക്കാനാണ് രാജസ്ഥാന്റെ പ്ലാന്. 13 വയസ്സുള്ള വൈഭവ് മികച്ച പ്രകടനമാണ് നെറ്റ്സിൽ കാഴ്ചവെക്കുന്നത്. താരത്തിന് ഒരു അവസരം കിട്ടിയാൽ കത്തിക്കയറുമെന്നത് ഉറപ്പാണ്. ചിലപ്പോൾ പല റെക്കോർഡുകളും തകർന്നേക്കും. IPLന്റെ പകുതി മത്സരങ്ങൾ കഴിയാറായി. അതുകൊണ്ട് രാജസ്ഥാൻ ടീമിന് വലിയ ചേഞ്ച് ആവശ്യമാണ്. വൈഭവ് ഓപ്പണിംഗിൽ വരുമ്പോൾ സഞ്ജു വൺ ഡൗണിലാണ് കളിക്കാൻ പോകുന്നത്. സഞ്ജുവിന് ഏത് പൊസിഷനിൽ വേണമെങ്കിലും കളിക്കാൻ സാധിക്കുന്നുണ്ട്. മിഡിൽ ഓർഡറിൽ സഞ്ജു ഉണ്ടെങ്കിൽ അത് ടീമിന് ബലമാണ്. ഓപ്പണിംഗിൽ നല്ലൊരു കൂട്ടുകെട്ട് കാഴ്ചവെച്ച് സഞ്ജു മിഡിൽ ഓർഡറിൽ കളിച്ചാൽ അത് ടീമിന് കൂടുതൽ ഗുണകരമാകും. ഇനി ബൗളിംഗിലാണ് മറ്റൊരു മാറ്റം. തുഷാർ ദേശ്പാണ്ഡെക്ക് പകരം ആകാശ് മധുവാളായിരിക്കും നാളെ കളിക്കാൻ പോകുന്നത്. ആകാശ് മുംബൈ ടീമിന് വേണ്ടി മികച്ച ബൗളിംഗ് കാഴ്ചവെച്ചിട്ടുണ്ട്. താരത്തിന് ഒരു അവസരം കൊടുക്കുമ്പോൾ അത് രാജസ്ഥാന്റെ ബൗളിംഗ് ഡിപ്പാർട്ട്മെന്റ് കൂടുതൽ ശക്തമാക്കാൻ സഹായിക്കും. നാളത്തെ മത്സരം തീപാറുമെന്നത് ഉറപ്പാണ്. ഡൽഹിയും രാജസ്ഥാനും തമ്മിലാണ് ഏറ്റുമുട്ടുന്നത്. അപ്പോൾ നാളത്തെ മാച്ചിൽ ആര് ജയിക്കും? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.